ഹായ് സുഹൃത്തുക്കളെ, ഒന്ന് ചോദിക്കട്ടെ. ഇന്ത്യയിൽ ആകെ എത്ര റാംസാർ സൈറ്റുകളുണ്ട്? എത്രയുണ്ട്? 96 റാംസാർ സൈറ്റുകൾ നിലവിലുണ്ട്. ഇന്ത്യയിൽ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 96 ആണ്. 94 എന്നുള്ളത് 96 വർദ്ധിച്ചു. അപ്പൊ ലോകത്തും മാറിയിട്ടുണ്ട്, ഇന്ത്യയിലും റാംസാർ സൈറ്റിലും മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേരള PSC ഈ അടുത്ത കാലത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം അല്ലേ? അപ്പം മാറിയ പരീക്ഷാ രീതിക്കനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മാത്രമാണ് ഏറ്റവും പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സൈവേഴ്സ് PSC എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് ഊഷ്മളമായ സ്വാഗതം. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാംസാർ സൈറ്റുകളും റാംസാർ കൺവെൻഷനും അതുമായി ബന്ധപ്പെട്ട റയർ ഫാക്റ്റുകളും ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് റാംസാർ സമ്മേളനം എന്ന് നോക്കാം. ഇന്ത്യയിലെ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം കൂട്ടുകാർക്ക് മനസ്സിലായി, 96. അവസാനം 2 എണ്ണവും കൂടി കൂടിയിട്ടുണ്ട്. അതിനു മുമ്പ് എന്താണ് റാംസാർ സമ്മേളനം എന്ന് നോക്കാം. റാംസാർ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇറാനിലെ റാംസാറിൽ വെച്ച് നടന്ന ഒരു സമ്മേളനമാണ് റാംസാർ സമ്മേളനം. ഇറാനിലെ റാംസാറിൽ വെച്ച് നടന്ന സമ്മേളനമാണ് മക്കളെ റാംസാർ സമ്മേളനം. കിട്ടിയോ? അപ്പൊ ഒരു സ്ഥലപ്പേരാണ്, ഇറാനിലാണ്, റാംസാറിൽ വെച്ചാണെന്ന് മനസ്സിലായി. അപ്പൊ എന്താണ് റാംസാർ സമ്മേളനത്തിന്റെ ലക്ഷ്യം? തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു റാംസാർ ഉടമ്പടി. ഏത് ഉടമ്പടി? റാംസാർ സമ്മേളനം. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും തണ്ണീർത്തട വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു കൺവെൻഷൻ ആയിരുന്നു റാംസാർ സമ്മേളനം. അപ്പൊ ഈ റാംസാർ സമ്മേളനം നടന്നത് 971 971 നടന്ന റാംസാർ ഉടമ്പടിയില് അപ്പൊ ആ കൺവെൻഷനിൽ പങ്കെടുത്ത പാർട്ടീസ് ഒപ്പിട്ട ഒരു ഡേറ്റ് ഉണ്ട്, 971 ഫെബ്രുവരി 2. ഓർത്തു വെക്കണേ മക്കളെ, ആ ഡേറ്റ് ഒക്കെ ഒന്ന് ഓർക്കണേ. അപ്പൊ റാംസാർ സമ്മേളനത്തിൽ ഒപ്പിട്ടത് എന്നാണ്? 971 ഫെബ്രുവരി 2. അപ്പൊ റാംസാർ സമ്മേളനം നടന്നത് 971. ആ ഒപ്പിട്ട ഡേറ്റ് ചോദിച്ചാൽ സൈൻ ചെയ്ത ഡേറ്റ് ഫെബ്രുവരി 2. ഫെബ്രുവരി 2 എന്തായിട്ട് ആചരിക്കുന്നു? ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. അപ്പൊ ചോദിക്കും, 2025 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 പ്രമേയം എന്താണ്? പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. 24 പ്രമേയം നോക്കാം. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. അപ്പൊ 24 പ്രമേയം എന്താ? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. 23 പ്രമേയം എന്താ? തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കൽ. ഓർത്തു വെച്ചേക്കണേ മക്കളെ. അപ്പൊ 25 ചോദിക്കാൻ സാധ്യതയുള്ള, ഇപ്പൊ 26 വരാൻ പോവാണ്, 26 പ്രമേയം ആയിരിക്കും കൂടുതൽ സാധ്യത ഉള്ളത്. അപ്പൊ തൽക്കാലം നമ്മൾ ഇപ്പൊ 25 പഠിച്ചു, 24 പറഞ്ഞു, 23 പറഞ്ഞു. സെറ്റ് അല്ലേ? ഈ റാംസാർ ഉടമ്പടി നിലവിൽ വന്ന എന്നാണ്? 975. അപ്പൊ 975 ഡിസംബർ 21 നിലവിൽ വന്നു. അപ്പൊ എന്നു മുതലാണ് റാംസാർ ഉടമ്പടി നിലവിൽ വന്നത്? 975 ഡിസംബർ 21 നിലവിൽ വന്നത്. ഒപ്പിട്ടത് എന്നാ? 971 ഫെബ്രുവരി 2. ഫെബ്രുവരി 2 എന്തായിട്ട് ആചരിക്കുന്നു? തണ്ണീർത്തട ദിനം. സെറ്റാണോ? ഇന്ത്യ സൈൻ ചെയ്ത എന്നാ നോക്കാം. ഇന്ത്യ സൈൻ ചെയ്തത് 982 ഫെബ്രുവരി 1. ഇന്ത്യ സൈൻ ചെയ്ത എന്നാ മക്കളെ പറഞ്ഞേ? 982 ഫെബ്രുവരി 1. ഈ റാംസാർ സമ്മേളനത്തിന്റെ റാംസാർ കൺവെൻഷന്റെ സെക്രട്ടേറിയറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കും. അപ്പൊ റാംസാർ കൺവെൻഷന്റെ സെക്രട്ടേറിയറ്റിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഗ്ലാൻഡ്സിലാണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ്. എവിടെയാണ് മക്കളെ? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കിട്ടിയോ? ഇനി ഈ പറയുന്ന റാംസാർ കൺവെൻഷനെ നിയന്ത്രിക്കുന്നത് ഏത് സംഘടനയാണ് മക്കളെ? IUCN. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷണ സംഘടനയായ, ലോകത്തിലെ ആദ്യത്തെ പ്രകൃതി സംരക്ഷണ സംഘടനയായ IUCN, ലോകത്തിലെ ഏറ്റവും വലുതും ലോകത്തിലെ ആദ്യത്തേതുമായ പ്രകൃതി സംരക്ഷണ സംഘടനയാണ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, IUCN ആണ് ഇതിന്റെ സെക്രട്ടേറിയറ്റിനെ നിയന്ത്രിക്കുന്നത്. കിട്ടിയോ? സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാനം എവിടെയാണ് മക്കളെ? ഗ്ലാൻഡിലാണ്. ഗ്ലാൻഡ് എവിടെയാ? സ്വിറ്റ്സർലൻഡിലാണ്. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ റാംസാർ സൈറ്റുകൾ മക്കളെ, ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഒന്നുമില്ല, റാംസാർ സമ്മേളനം നടന്നത് പഠിച്ചു, അതിന്റെ പ്രമേയം പഠിച്ചു, അതിന്റെ കാര്യങ്ങൾ സെക്രട്ടറിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പഠിച്ചു, നിയന്ത്രിക്കുന്ന സംഘടന IUCN ആണെന്ന് മനസ്സിലായി. ഇന്ത്യയിലെ നിലവിലത്തെ റാംസാർ സൈറ്റ് നമ്മൾ പറഞ്ഞു 96 റാംസാർ സൈറ്റ് ഉണ്ട്. അപ്പൊ തന്നെ കുറെ ക്വസ്റ്റ്യൻ വേറെയുണ്ട്. ലോകത്തിലെ ആകെ റാംസാർ സൈറ്റ് എത്രയാണ്? ലോകത്തിലെ ആകെ റാംസാർ സൈറ്റ് 2550 ആണ്. അതായത് ഏറ്റവും പുതിയ കണക്ക് 2025 ഡിസംബറിലെ കണക്ക്, 2025 ഡിസംബറിലെ കണക്ക് പ്രകാരം 2550. നേരത്തെ 2544 ഉള്ളായിരുന്നു, ഇപ്പൊ എത്രയായി? 50ആയി. 2550 റാംസാർ സൈറ്റ് ആയി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ ഉള്ളത് എവിടെയാണ് മക്കളെ? UK-യിലാണ്. 176 റാംസാർ സൈറ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റ് UK-യിലാണ്, 176. രണ്ടാം സ്ഥാനം മെക്സിക്കോ, 144 റാംസാർ സൈറ്റുകളുമായി രണ്ടാം സ്ഥാനത്ത് മെക്സിക്കോ. മൂന്നാം സ്ഥാനം നമ്മുടെ ഇന്ത്യ, 96 റാംസാർ സൈറ്റ്. അപ്പൊ റാംസാർ സൈറ്റുകൾ ഏറ്റവും കൂടുതലുള്ളത് UK-യിലാണ്. എത്രയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെയാണ് രണ്ടാം സ്ഥാനം മെക്സിക്കോ ആണ്. നോക്കിയേ, 176 റാംസാർ സൈറ്റ് UK-യിലുണ്ട്. അതുപോലെ 144 റാംസാർ സൈറ്റ് എവിടെയുണ്ട്? മെക്സിക്കോയിലുണ്ട്. ഇന്ത്യയിലാട്ടെ 96 റാംസാർ സൈറ്റ്. ഏറ്റവും അവസാനത്തെ കണക്ക് 2025 ഡിസംബറിലെ കണക്കാണ്. ഈ കണക്കുകൾ ഇനിയും മാറും. വരുന്ന ഫെബ്രുവരി 2 ആകുമ്പോഴത്തേക്ക്, 2026 ആകുമ്പോഴത്തേക്ക് വീണ്ടും സൈറ്റുകൾ ഭേദഗതി വരും. അപ്പൊ ഇന്ത്യയിലെ ആകെ റാംസാർ സൈറ്റ് എന്റെ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എത്രയാ? 96 റാംസാർ സൈറ്റുകൾ. ഇന്ത്യയിൽ ഏറ്റവും പുതുതായി പ്രഖ്യാപിച്ച റാംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? അതായത് 2025 ഡിസംബർ 14 പ്രഖ്യാപിച്ച 2 പുതിയ റാംസാർ സൈറ്റുകൾ. അപ്പൊ ഒന്ന് രാജസ്ഥാനിലെ സിലിസേർ തടാകം. ഏതാണ്? രാജസ്ഥാനിലെ സിലിസേർ തടാകം. ഓക്കെ, സിലിസേർ തടാകം അൽവാർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് കാണപ്പെടുന്നത്. അതാണ് 96ാമത്തെ റാംസാർ സൈറ്റ്. ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച റാംസാർ സൈറ്റ് രാജസ്ഥാനിലെയാണ്. രാജസ്ഥാനിലെ നിലവിൽ ഇപ്പൊ എത്ര റാംസാർ സൈറ്റുകൾ ഉണ്ട്? 5 റാംസാർ സൈറ്റുകൾ ഉണ്ട്. 5 റാംസാർ സൈറ്റുകൾ അവസാനം പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ അവസാനത്തെ റാംസാർ സൈറ്റ് ഈ ഡിസംബറിൽ പ്രഖ്യാപിച്ച ഏറ്റവും അവസാനം 96ാമത് റാംസാർ സൈറ്റിന്റെ പേരെന്താണ് മക്കളെ? സിലിസേർ തടാകം. സിലിസേർ തടാകം ഓർത്തിരിക്കണേ. സിലിസേർ തടാകം മറരുത്, മാറിപ്പോവരുത്. ഒരു 3-4 വട്ടം പറഞ്ഞ് ബ്രെയിനിൽ കയറ്റി വെക്കുക. സിലിസേർ തടാകം അൽവാർ ഡിസ്ട്രിക്റ്റിലാണ്, രാജസ്ഥാൻ. അടുത്തത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലെ കൊപ്ര റിസർവോയർ. ഏതാണ്? കൊപ്ര റിസർവോയർ. ഓക്കെ, അപ്പൊ ഒരു അണക്കെട്ടാണ്, കൊപ്ര അണക്കെട്ടുകളാണ്. അപ്പൊ എന്താ? ബിലാസ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് കാണുന്നത്. 95ാമത്തെ റാംസാർ സൈറ്റ് ആണ് ഇന്ത്യയുടെ. 95ാമത് റാംസാർ സൈറ്റ് എവിടെയാണ് മക്കളെ? ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിൽ ഒരേ ഒരു റാംസാർ സൈറ്റ് ആണത്. അപ്പൊ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഛത്തീസ്ഗഡിൽ ഒരേ ഒരു റാംസാർ സൈറ്റേ ഉള്ള, അത് 95ാമത് പ്രഖ്യാപിച്ച നമ്മുടെ റാംസാർ സൈറ്റിന്റെ പേരെന്താ? കൊപ്ര റിസർവോയർ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ രാജസ്ഥാനിൽ നിലവിൽ എത്രയുണ്ടാ പറഞ്ഞത്? 5 റാംസാർ സൈറ്റ് രാജസ്ഥാനിലുണ്ട്. അങ്ങനെയാണ് ഛത്തീസ്ഗഡിൽ എത്രയുണ്ട്? ഒരെണ്ണം മാത്രം. എന്റെ മക്കൾക്ക് മനസ്സിലായോ? അപ്പൊ അവസാനം 2 എണ്ണം പ്രഖ്യാപിച്ചു. ഇതിന് തൊട്ട് മുമ്പ്, അതായത് ഒക്ടോബറിൽ ഒന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഒക്ടോബറിലും സൈറ്റുകളിൽ മാറ്റം വന്നു. ഒക്ടോബറിലെ കണക്ക് പ്രകാരം 94 ഉണ്ടായിരുന്നു. ഇപ്പൊ 2 എണ്ണം പ്രഖ്യാപിച്ചപ്പോൾ 96ആയി. അന്ന് 3 എണ്ണം കയറിയിരുന്നു. ഏതൊക്കെയാ? ബീഹാറിലെ ഗോഗാബിൽ തടാകം. ഏതാണ് മക്കളെ? ഗോഗാബിൽ തടാകം. അതുപോലെ ഗോകുൽ ജലാശയ ബീഹാർ, ഉദയ്പൂർ തടാകം ബീഹാർ. ഇതാണ് അവസാനമായി പ്രഖ്യാപിച്ച ഒക്ടോബറിൽ പ്രഖ്യാപിച്ച 3 ഇന്ത്യയിലെ റാംസാർ സൈറ്റുകൾ. അപ്പൊ ചോദിക്കാൻ ഇപ്പം ഈ വരുന്ന ബീറ്റ് ഫോറസ്റ്റ് പോലെയുള്ള ഡിസംബർ നടക്കുന്ന പരീക്ഷ, ജാനുവരി നടക്കുന്ന പരീക്ഷയിലൊക്കെ നമുക്കിത് പ്രതീക്ഷിക്കാം. അപ്പൊ ഒക്ടോബറിൽ പ്രഖ്യാപിച്ച റാംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ് മക്കളെ? ബീഹാറിലാണ്. ഒന്ന് ബീഹാറിലെ ഗോഗാബിൽ തടാകം, അതുപോലെ ഗോകുൽ ജലാശയ ബീഹാറിലാണ്, അതുപോലെ ഉദയ്പൂർ തടാകം ബീഹാർ. എല്ലാം എവിടെ തന്നെയാ മക്കളെ? ബീഹാറിലാണ്. കിട്ടിയോ? ബീഹാറിലാണ്. എഴുതി പഠിക്കണേ മക്കളെ. അതുപോലെ 2025 ജൂൺ 5 പ്രഖ്യാപിച്ച പുതിയ റാംസാർ സൈറ്റുകൾ, അത് കിച്ചൻ. ഏതാണ്? കിച്ചൻ ഫലൂഡിയ, രാജസ്ഥാനിലെ
ഫലൂഡിയയിലെ കിച്ചൻ. എന്നാണ് കിച്ചൻ എന്നെങ്കിൽ ഓർത്തു വെച്ചാൽ മതി. കിച്ചൻ ഓർത്തു വെക്കുക. കിച്ചൻ ഫലൂഡിയയിലെ, രാജസ്ഥാനിലെ ഫലൂഡിയയിലെ കിച്ചൻ ആണ്. അതുപോലെ മേനാർ, ഏതാണ്? ഉദയ്പൂർ, രാജസ്ഥാനിലെ മെനാർ. ഏതാണ് മക്കളെ? മെനാർ, ഉദയ്പൂരിലെ മെനാർ. കിട്ടിയോ? അപ്പൊ ഇനി അതിനു മുമ്പും റാംസാർ സൈറ്റുകൾ പ്രഖ്യാപിച്ചിരുന്നു. 2025 ഫെബ്രുവരിയിലും റാംസാർ സൈറ്റുകൾ പ്രഖ്യാപിച്ചിരുന്നു. അത് നമുക്ക് നോക്കാം. സക്കരക്കോട്ടൈ പക്ഷി സങ്കേതം, സക്കരക്കോട്ടൈ ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, സക്കരക്കോട്ടൈ ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, തേർത്തെങ്കൽ ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, കെജിഒ പാൽരി തണ്ണീർത്തടം സിക്കിമിലാണ്, ഉദ്വ തടാകം ജാർഖണ്ഡ്. നോക്കി വെക്കണേ മക്കളെ. അപ്പൊ 2025 4 തവണ റാംസാർ സൈറ്റിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഇന്ത്യയിലെ മാറ്റങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ ആകെ എത്ര റാംസാർ സൈറ്റുകൾ നിലവിലുണ്ട് എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയണം. 96 റാംസാർ സൈറ്റ്. അവസാനം എത്ര എണ്ണം പ്രഖ്യാപിച്ചു? 2 എണ്ണവും കൂടി. കിട്ടിയോ മക്കളെ? കിട്ടിയോ? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ റാംസാർ സൈറ്റ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റാംസാർ സൈറ്റ് ചിൽക്ക തടാകം, ഒഡീഷ. ഏതാണ്? ചിൽക്ക തടാകം, ഒഡീഷ. മാറിപ്പോവല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ റാംസാർ സൈറ്റ് ചിൽക്ക തടാകം, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതാണെന്ന് ചോദിക്കും. സുന്ദർബൻസ്. സുന്ദർബൻസ് വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ആണ്. വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് നമുക്ക് കിട്ടി. ഇനി ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ റാംസാർ സൈറ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല റാംസാർ സൈറ്റ് തണ്ണീർത്തടം ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലേരു ലേക്കാണ്. കൊല്ലേരു ലേക്ക്, ആന്ധ്രാപ്രദേശ്. കൊല്ലേരു ലേക്ക്, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസാർ സൈറ്റ് ചോദിച്ചാൽ രേണുക തടാകം, ഹിമാചൽ പ്രദേശ്. കിട്ടിയോ മക്കളെ? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ റാംസാർ സൈറ്റ് ഏതാണ്? ചിൽക്ക തടാകം, ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ റാംസാർ സൈറ്റ് ചിൽക്ക തടാകം, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതാണ് മക്കളെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സുന്ദർബൻസ് ആണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല റാംസാർ സൈറ്റ് കൊല്ലേരു, ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ മക്കളെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസാർ സൈറ്റ് ചോദിച്ചാൽ രേണുക തടാകം. സെയിം ഏരിയയുമായി ബന്ധപ്പെട്ട് വേറൊരു സൈറ്റ് കൂടെ നമുക്ക് നോക്കാം. അത് നമ്മുടെ തമിഴ്നാട്ടിലാണ്. വേമ്പന്നൂർ വെറ്റ്ലാൻഡ്, തമിഴ്നാട്. ഏതാണ്ട് ഏരിയ സെയിം തന്നെയാണ്, പക്ഷെ പരീക്ഷയ്ക്ക് രേണുക തടാകം തന്നെയാണ് വരുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ റാംസാർ സൈറ്റ് രേണുക തടാകം. മക്കളെ സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. 20 റാംസാർ സൈറ്റ്. മറക്കല്ലേ മക്കളെ, 20 റാംസാർ സൈറ്റ് തമിഴ്നാട്ടിലുണ്ട്. 2ാം സ്ഥാനത്ത് UP 10 റാംസാർ സൈറ്റ്. 3ാം സ്ഥാനം ബീഹാർ 6 റാംസാർ സൈറ്റ്. കിട്ടിയോ മക്കളെ? കിട്ടിയോ? അപ്പൊ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ ഉള്ളത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. 20 റാംസാർ സൈറ്റ്. ഓക്കെ. ഇനി വേൾഡ് ഫസ്റ്റ്, ലോകത്തിലെ ആദ്യത്തെ റാംസാർ സൈറ്റ് വേൾഡ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഏതാ? കൊബർഗ് പെനിസുല, ഓസ്ട്രേലിയ. ഏതാണ്? ഓസ്ട്രേലിയയിലാണ്. അത് 974 പ്രഖ്യാപിച്ചത്. ഓക്കെ. വേൾഡ് ഫസ്റ്റ് ഏതാണ് മക്കളെ? കൊബർഗ് പെനിസുല, ഓസ്ട്രേലിയ. ഇനി ലാർജസ്റ്റ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ദ റിയോ നെഗ്രോ, ബ്രസീൽ. ഏതാണ്? ദ റിയോ നെഗ്രോ, ബ്രസീലിലാണ്. ദ റിയോ നെഗ്രോ, ബ്രസീലിലാണ്. സ്മാളസ്റ്റ് സൈറ്റും, ഇത് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കണ്ട. ഏതാണ് മക്കളെ? മൊണാക്കോ മറൈൻ. ഏതാണ്? മൊണാക്കോ മറൈൻ. ദ മൊണാക്കോ മറൈൻ റിസർവ് ഇൻ മൊണാക്കോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ലോകത്തിലെ വലുതും ചെറുതും ഒന്നും ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവുണ്ട്. എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കേരളത്തിൽ ആകെ എത്ര റാംസാർ സൈറ്റുകൾ ഉണ്ട്? അത് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 3 എണ്ണമേ ഉള്ളൂ. 2002 പ്രഖ്യാപിച്ച 3 റാംസാർ സൈറ്റുകൾ കേരളത്തിലുണ്ട് അല്ലെ. ഏതൊക്കെയാണ് മക്കളെ? വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ. കിട്ടിയോ? വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ. വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. കാര്യം കേരള PSCയുടെ പരീക്ഷകൾ വളരെ ഫാസ്റ്റ് ആയി നടക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ എല്ലാ ഭാഗങ്ങളും
ഞാൻ കൂടുതൽ കൈകാര്യം ചെയ്ത നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഈ ചാനലിലൂടെ മുഴുവൻ കാര്യങ്ങളും ഡിഗ്രി സെപ്പറേറ്റ് ആയിട്ട് ഡിഗ്രി ലെവലിന് വേറെ, LP UPക്ക് വേറെ, ജനറൽ PSCക്ക് വേറെ, ഫോഴ്സിന് വേറെ, അതിൻ്റെ മാക്സിമം PYക്കോ, അതായത് SCRT, NCRT, അധ്യാപക സഹായി ഹാൻഡ് ബുക്ക്, ChatGPT, AI സംവിധാനങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടി ആധികാരികമായി ക്ലാസ്സുകൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാത്സും സയൻസ് സബ്ജക്റ്റുമാണ് ഈ ചാനലിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാനും നിങ്ങളിലേക്ക് എത്തിക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ശ്രദ്ധാപൂർവം പഠിക്കുക. 2026 നിങ്ങളുടെ വർഷമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.